Hello friends, we have a project വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രോജക്റ്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു AI CCTV ക്യാമറയാണ്. ഇത് വെറും ഒരു CCTV ക്യാമറ അല്ല. ഈ ഒരു ക്യാമറക്ക് നമ്മൾ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ സ്പോട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സപ്പോസ് ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ വരികയെന്ന് വിചാരിക്കും. ഇപ്പോൾ കള്ളന്മാരോ ബന്ധുക്കളോ ആരെങ്കിലും എന്നിട്ട് ഈ ക്യാമറയെ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഇൻസ്റ്റന്റ് തന്നെ നമുക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കും. ഈ ക്യാമറ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന കൂടാതെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ടൈമിലെ വീഡിയോ ഫൂട്ടേജസ് ഷോർട്ട് വീഡിയോ ഫൂട്ടേജസ് ഒക്കെ ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യും. സോ ആ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ആരാണ് വന്നതെന്ന്. ഇതുപോലുള്ള സ്മാർട്ട് ക്യാമറാസ് ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്, ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടും കുറച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രോജക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതും കുറഞ്ഞ ചെലവിൽ. വെറും 900 രൂപക്ക് താഴെ മാത്രമേ മൊത്തം ബിൽഡ് ഈ ക്യാമറക്ക് ആകുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിന് ബിൽഡ് സ്റ്റാർട്ട് ചെയ്താലോ? ഈ ഒരു ESP32 ബോർഡാണ് ഇതിലെ മെയിൻ ഹാർഡ്വെയർ. ഈ ഒരു ബോർഡിൽ ക്യാമറ ബിൽട്ടിൻ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ക്യാമറ മൊഡ്യൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യണം. ഈ ഒരു സർക്യൂട്ട് പ്രകാരം കണക്ട് ചെയ്യണം. കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓഡിനോ ID ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ESP32 പാക്കേജ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഫസ്റ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്താൽ മതി, വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ESP ബോർഡൊക്കെ ഓഡിയോയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ കേസിൽ ബോർഡ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. നിങ്ങളുടെ ബോർഡ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 3 മെയിൻ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഈ ഒരു സൈറ്റിലേക്ക് പോകണം. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ഡിവൈസിൽ നിന്നൊക്കെ ഡാറ്റ വരുന്നത്. ഇവിടെ നമ്മൾ ഡിവൈസ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടാൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഡിവൈസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു നമ്പറാണ് ഡിവൈസ് ID എന്ന് പറയുന്നത്. ഈ ഡിവൈസ് ഐഡിയും പിന്നെ ഡാഷ്ബോർഡിലുള്ള യൂസർ ടോക്കണും നമ്മൾ കോഡിൽ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ടെലിഗ്രാം ബോട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ബോട്ടാണ് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്യണം ടെലിഗ്രാമിൽ. എന്നിട്ട് /new bot എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക. അവസാനിക്കുന്നത് ബോട്ടിലായിരിക്കണം. അതുമാത്രം ഒരു നിബന്ധനയുണ്ട്. ഈ പേര് കൊടുത്ത ഇൻസ്റ്റന്റ് തന്നെ നമുക്ക് ബോട്ടിന് ടോക്കൺ കിട്ടും. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഐഡിയും കൂടി സംഘടിപ്പിക്കണം. അതിന് ID ബോട്ട് എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് /getID അടിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഐഡിയും കിട്ടും. ഈ ബോട്ടിന് ടോക്കണും പിന്നെ അതിൻ്റെ ഐഡിയും കൂടി നമ്മൾ കോഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കോഡ്. ഫസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂട്ടറിൻ്റെ SSIDയും പാസ്വേഡും കൊടുക്കണം. നെക്സ്റ്റ് നേരത്തെ നമ്മൾ കാണിച്ച യൂസർ ടോക്കണും ഡിവൈസ് ഐഡിയും പിന്നെ ടെലിഗ്രാം ബോട്ടിൻ്റെ ടോക്കണും അതിൻ്റെ ഐഡിയും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഡ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കോഡ് അപ്ലോഡ് ആയതിനു ശേഷം ഈ ക്യാമറ നമുക്ക് ഈ കേസിൽ വെച്ച് കൊടുക്കാം. ഈ കേസ് നമ്മൾ 3D പ്രിന്റ് ചെയ്തെടുത്തതാണ്.
ഇതിനെ പവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു 5 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നേരെ 5 വോൾട്ടും ഗ്രൗണ്ടിലേക്കും കൊടുത്താൽ മതി. പവർ കൊടുത്തൊരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ ക്യാമറ റണ്ണിങ് ആയി തുടങ്ങും. എന്നിട്ട് ഈ ക്യാമറ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇതുപോലുള്ള ചെറുതും വലുതുമായ പ്രൊജക്ട്സ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.